ആ അമ്പലപ്പറമ്പി വെച്ച് മാല പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, അത് കഴുത്തിലാണല്ല. കമ്മലൂരിപ്പോയെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാം, അത് കാതിലാണല്ല. അരഞ്ഞാണം താനെ ഊരിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസ, കാരണം അതിന്റെ പ്ലേസ്മെന്റ് അരക്കെട്ടിലാണല്ലേ. ഊരോ പൊട്ടോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെതൊന്നല്ലല്ലോ. എന്റെ ആയിരിക്കണം, ആണെങ്കിൽ എനിക്കതില്ലല്ലോ. ഓ, ആദ്യം പോയി ഒരു അര ഉണ്ടാക്കിട്ട് വാ, എന്നിട്ട് നമുക്ക് അരഞ്ഞാണത്തിന്റെ കാര്യം ആലോചിക്കാം. അര ലിറ്റർ കൂടി. ഓ, ഒരു ഉപശാപ്പ് മുഴുവൻ കുടിച്ചു പറ്റിച്ചല്ലേ. അമ്പലം വഴി പ്രസിഡന്റ് വന്നല്ലോ. എന്താ പത്മാവതിയെ, സുഖം തന്നെയല്ലേ? ശങ്കരൻകുട്ടിയുടെ സംഭാവന കിട്ടിയല്ലേ? അല്ല പ്രസിഡന്റ്, ഈ അരഞ്ഞാണത്തെ പറ്റി എന്താ അഭിപ്രായം? അരഞ്ഞാണം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിനെ അലങ്കരിക്കുന്നതും അത്യാവശ്യ ഘട്ടങ്ങളിൽ പണയം വെക്കാൻ ഉപകരിക്കുന്നതുമായ ഒരു കരവസ്തുവാകുന്നു. ഇതിനെ വടക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും തെക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും വിളിക്കും. അതല്ല പ്രസിഡന്റ്, നമ്മുടെ ഈ സാവിത്രിക്കുട്ടിയുടെ ഊരിപ്പോയ അരഞ്ഞാണം. അത് സ്ത്രീ ശരീരത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളെ അലങ്കരിക്കുന്ന പവിത്രമായ ഒരു സാധനമാണ് അരഞ്ഞാണം. അത് പൊട്ടി മണ്ണിൽ വീണ് കാണാതാവുക എന്നൊക്കെ പറഞ്ഞാൽ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി വെള്ളത്തിലാവില്ലേ വാസുവേ? വാസുവേ, ഒരു ഒപ്പിക്കാണ്. എടാ നീലാണ്ട, നിന്റെ സാവിത്രിയുടെ അരഞ്ഞാണം എങ്ങനെയാ അഴിഞ്ഞത്? ആരെങ്കിലും മടിക്കുത്തിനേറി പിടിച്ചോ? എന്റെ സാവിത്രിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞല്ലോ. പറഞ്ഞോ നീ എന്ത് വാസു, എന്താണ് എന്റെ ഷോപ്പിൽ വന്ന് ഈ പട്ടി എന്നെ തല്ലുന്നോ? എന്റെ സാവിത്രിയെ കുറിച്ച് പറഞ്ഞ ഒരു പന്നിനെ ഞാൻ വെറുതെ വിടുന്ന.